റിപ്പീറ്റല്ലേ അത്? എനിക്ക് തോന്നി ഇത് കറക്റ്റ് മാച്ചല്ലേ. എത്രയോ പേരെ പരീക്ഷിച്ചിട്ടാണ് ആ ശബ്ദത്തില് ആ ഓഡിയോയിലോട്ട് എത്തിയിട്ടുള്ളത്. കറക്റ്റ് സിംഗ് വരുന്നിടത്ത് ഇതിന്റെ പറയുന്നതാണ് ഷോട്ട് ചെയ്യുന്നത്. കുറച്ച് പറഞ്ഞു കുറച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇതിൽ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ AI ചെയ്യാതെ തന്നെ അവതരിപ്പിച്ചിരിക്കുക. അതിന് കാരണം തരാം, ജഗദീഷ് അന്ന് എങ്ങനെ അതുപോലെ എപ്പോഴും നമുക്കൊക്കെ എപ്പോഴും അനുഭവം തോന്നുന്നു. ഇപ്പോഴും മുതൽ എങ്ങനെയായിട്ട് ജഗദീഷ് മാത്രമല്ല കേട്ടോ, അങ്ങനെ അതിന് വേറെ ഒന്നും കൂടെ ഉണ്ട്. ജഗദീഷൻ പറഞ്ഞു അതില് ഈ ജഗദീശേട്ടൻ വർത്തമാനകാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത്. ഈ കഥ പറയുന്നതിൽ ജഗദീശേട്ടൻ ഒരു യൗവനം കാണിക്കുന്നുണ്ട്. ആ യൗവനത്തിൽ ജഗദീശൻ, ഞാൻ ആ കുട്ടിക്ക് ഒരു കത്ത് എഴുതി നോക്കുമ്പോൾ ജഗദീശന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെ ഈ യൗവനമാക്കിയിട്ടുണ്ടോ? ശബ്ദത്തിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ശബ്ദം ആയിരിക്കുമല്ലോ അതിനെ. അപ്പൊ അതിനെ ഒരു ജഗദീശൻ നിത്യഭാവമാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഒത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലല്ല, അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ ഡയലോഗ്സ് മുകേഷിന്റേതായിട്ടുള്ള ഒത്തില്ല, പുല്ല്, അതൊക്കെ മുകേഷിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അമ്മിണിക്കുട്ടി ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അമ്മിണിക്കുട്ടി, KP അമ്മിണിക്കുട്ടി എന്നുള്ള പേരും എന്റെ കഥയിലെ നായികയുടെ പേര് വേറെയായിരുന്നു. അതില് രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതിൽ മുകേഷ് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാർ എന്നാണ്, ശ്രീനിവാസന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദനാണ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 ഹീറോസിന്റെ പേരാണ് ഇതില് അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് വലിയ പേരുകൾ, വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത്. പക്ഷെ എന്റെ കഥാപാത്രത്തിന് ശ്രേണി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, വാസു. മലയാളത്തിന്റെ മണമുള്ള പേരാണ്. ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല. ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസുവാണ്. അതിൽ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല, ധാരാസിംഗ്, എന്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു, ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അത് ധാരാസിംഗിനെ പോലുള്ള ഒരാള് കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് ആക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസം. പിന്നെ നമ്മളെല്ലാവരും സിബിയൊക്കെ പറഞ്ഞു എവിടുന്ന് ധാരാസിംഗിനെ കിട്ടും. അതുകൊണ്ട് വേറെ ഒരു ധാരാസിംഗ് ഞാൻ കേട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമയിലെ ഇങ്ങനെ കാണിക്കുവാണല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുവാണല്ലോ, അതിൽ സിനിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും ധാരാസിംഗ് അത് ഇടിയിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞ് പോയിട്ടുള്ളത്. അതുള്ള ആ കഥ അത് അങ്ങനെയല്ല, തോക്കാൻ റെഡിയല്ല നമ്മുടെ കഥയില്. അതെ, പിന്നെ ഡയലോഗ് കറക്റ്റ് ചെയ്തിട്ട് വന്നു. സത്യമുള്ളതാണ് ഗുസ്തി എന്ന് പറഞ്ഞു. ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇതില് മുത്താരകുന്നിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട്. ഇതില് ധാരാസിംഗിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നു എങ്ങനെ ധാരാസിംഗുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഫോൺ ചെയ്യിച്ചു. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല. ഫോൺ ചെയ്ത് ധാരാസിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് സംസാരിച്ചു. സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ പറഞ്ഞ് സിംഗ് സാബുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. വന്ന് കണ്ടോളൂ, കഥ പറഞ്ഞോളൂ എന്ന് സമ്മതിച്ചു. അടുത്ത ചോദ്യം, ആര് പോവും? ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. സിബി ഫുള്ളി ബിസിയാണ്. ശ്രീനിവാസൻ സീൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ പക്ക ഓൺലൈനാണ്. അപ്പൊ ആര് പോകും? അപ്പൊ പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞു, നീ തന്നെ പോകണം. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ തനിച്ചാണ്. അന്ന് ഒരു ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ്. കാരണം ഇത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സിബി അതിൽ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു. ആ വാക്ക് പാലിക്കുകയും ചെയ്തു. കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ്. ക്യാമറാമാൻ കുമാറിനെയും സിബിയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അതിന്റെ ഒരു ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ധാരാസിംഗിനെ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങ് പോയി അവിടെ ചെന്ന് സിംഗ് സാബിനെ കണ്ടു. അപ്പൊ ഇവിടുന്ന് പറഞ്ഞത്, അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ്. ഹിന്ദി സിനിമയിൽ മർദ് പോലുള്ള സിനിമകളൊക്കെ
ചെയ്ത ആളാണ്. ഇവിടുന്ന് പറഞ്ഞു 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റിയിട്ട് വരണം. അപ്പൊ ഇവിടുന്നുള്ളവർ ഇവരെയൊക്കെ പലരും 10 ലക്ഷം ചോദിക്കും, 15 ലക്ഷം ചോദിക്കും. ഞാനവിടെ പോയി സിംഗ് സാറിൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു, കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇത് റെമ്യൂണറേഷനായിട്ട് കണക്കാക്കുന്നത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ്. സാറ് വേറൊന്നും വിചാരിക്കരുത്, റെമ്യൂണറേഷൻ വിചാരിക്കരുത്. സാർ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത് 10 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ 25,000 rupees തരാം. ഞങ്ങൾ വിശ്വസിക്കില്ല. 25,000 ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ശ്രീനിവാസൻ സിബി 25,000 ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞ അതൊന്നും അറിയരുത്. അദ്ദേഹം അതിന് സമ്മതിച്ചു. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. എന്റെ വാചകത്തിന്റെ മെഡിക്കലിനെക്കാളും അദ്ദേഹത്തിന്റെ വലിയ മനസ്സാക്കാണ് ഞാൻ കാണുന്നത്. നല്ല സിനിമയ്ക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ്. നമ്മൾ ധാരാസിംഗിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം, എത്ര മുട്ട അറേഞ്ച് ചെയ്യണം, എത്ര പാൽ അറേഞ്ച് ചെയ്യണം. സാധാരണ മനുഷ്യന് കഴിക്കുന്ന ഒരു ഫുഡിന് അത് അല്പം ഒരു വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കണ്ടീഷൻസും ഇല്ല. നമ്മുടെ കൂടെ നമ്മളുടെ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഭാസി സാറിന്റെ സഹോദരനായ ചന്ദ്രാജി സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതാണ് മുത്താരൻ പിയുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഈ ദിലീപ് കുമാറിന്റെയും ദേവാനന്ദിന്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും? ഈ നായകന്റെ പ്രേമത്തിന് ഒരു പുതുമ വേണം, എങ്കിലേ വർക്കാവും എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി, അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി. എന്നിട്ട് അമ്മിണിക്കുട്ടി കത്ത് എഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചു. ഓ അത് ശരി. അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു, ഈ ദിലീപ് കുമാർ തന്നെ എഴുതി. അത് മമ്മൂക്കയുടെ ശബ്ദത്തിൽ നമ്മൾ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്റർ കാണാൻ പോകുന്നു. അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്.